മല്ലപ്പള്ളിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. സംഭവത്തിൽ UP സ്വദേശി ഉൾപ്പെടെ 3 പേരെ കീഴ്വായ്പൂര് പോലീസ് അറസ്റ്റ് ചെയ്തു. മല്ലപ്പള്ളി മാർക്കറ്റ് റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഗോരഖ്പൂർ മെഹരിപ്പൂർ ജംഗൽബനി സ്വദേശി രാജേഷ് സോങ്കറെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെ പോലീസ് ആദ്യം പിടികൂടിയത്. ഇയാൾ മുറിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 52,052 രൂപ വില വരുന്ന 603 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. രാജേഷ് സോങ്കർ മല്ലപ്പള്ളി ടൗണിൽ പുകയില പാൻ മസാല കച്ചവടക്കാരനാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇവ എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരനായ ബിജുക്കുട്ടൻ എന്ന് വിളിക്കുന്ന ആനിക്കാട് വായ്പൂര് ചക്കാലക്കുന്ന് വടക്കേടത്ത് വീട്ടിൽ ബിജു ജോസഫിനെ പിന്നീട് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. ഉൽപ്പന്നങ്ങൾ കാറിൽ എത്തിച്ചു കൊടുക്കുന്ന ചങ്ങനാശ്ശേരി സ്വദേശിയും ലഹരി ഉൽപ്പന്നങ്ങളുടെ മൊത്തക്കച്ചവടക്കാരനാണെന്ന് കരുതുകയും ചെയ്യുന്ന ചങ്ങനാശ്ശേരി പെരുന്ന പുതുപ്പറമ്പിൽ വീട്ടിൽ ഷമീർ ഖാനെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. 2-3 പ്രതികളാണ് രാജേഷിന് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. ഷമീർ ഖാൻ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പ്രധാന ടൗണുകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിനായി എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. സംഭവത്തെ തുടർന്ന് മല്ലപ്പള്ളി ടൗണിലെ പ്രധാന സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന ഊർജിതമാക്കി. പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘം പാൻ മസാല കച്ചവടം നടത്തുന്ന രാജേഷ് സോങ്കറിന്റെ മുറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് 7 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ലഹരി വസ്തുക്കൾ ലഭിച്ചത്. മല്ലപ്പള്ളി, കുന്നന്താനം, പാമല എന്നിവിടങ്ങളിലെ അതിഥി തൊഴിലാളികൾക്കും ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതെന്ന് വ്യക്തമായി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പോലീസ് സംഘത്തിൽ SI സതീഷ് ശേഖർ, SCPO അൻസീം, CPOമാരായ ഒലിവർ വർഗീസ്, വിഷ്ണുദേവ്, ഉണ്ണികൃഷ്ണൻ, അമൽ, അനസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്.